മാസങ്ങളായി നിയമം സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപകർ കയറിയിറങ്ങിയിട്ടും ഇവർക്ക് കാശ് കൊടുക്കുവാൻ ഭരണസമിതിയോ ഉദ്യോഗസ്ഥരോ തയ്യാറാകുന്നില്ല. ഈ വാർത്ത റിപ്പോർട്ടർ ടി വി പുറത്തു കൊണ്ടുവന്നിരുന്നു. വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ സഹകാരികളുടെ, അതായത് നിക്ഷേപകരുടെ പക്കൽ നിന്ന് ഈ ബാങ്കിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസും വലിയ രീതിയിൽ പ്രതിഷേധവുമായി നിയമം സർവീസ് സഹകരണ ബാങ്കിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള നിയമം ഷജീർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് നിങ്ങൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം? ഇവിടെ നിക്ഷേപകരുടെ പണം അടിയന്തരമായി തിരിച്ചു നൽകണം. നിക്ഷേപകർ നിക്ഷേപിച്ച പണം ഇവിടുത്തെ CPM-ന്റെ നേതാക്കൾ, ഇതിന്റെ പ്രസിഡന്റ് അടക്കമുള്ള സെക്രട്ടറി അടക്കമുള്ള ആളുകൾ എന്ന് പറയുന്നത് CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ്. അവർ അവരുടെ ആവശ്യത്തിനായി പണം മാറ്റിയതും അവർ വീട് വെക്കുന്നതിന് വേണ്ടിയും അവർക്ക് വസ്തു വാങ്ങുന്നതിന് വേണ്ടിയും വ്യാപകമായിട്ടുള്ള തട്ടിപ്പും അഴിമതിയും ഈ ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ വ്യക്തമായ അന്വേഷണം വേണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ രണ്ടാമത്തെ ആവശ്യം. ഇവിടുത്തെ ബാങ്കിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് AR രാജേന്ദ്രൻ. കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹമാണ് സെക്രട്ടറി. അദ്ദേഹത്തിന് ഇവിടെ നിന്ന് 80 ലക്ഷം രൂപയുടെ ലോണ് അദ്ദേഹം എടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലും അദ്ദേഹത്തിന്റെ മകളുടെ പേരിലുമാണ് ലോൺ എടുത്തിരിക്കുന്നത്. സെക്രട്ടറി എടുത്തിരിക്കുന്നതാണ്. ഈ ബാങ്കിന്റെ സെക്രട്ടറി AR രാജേന്ദ്രൻ അദ്ദേഹത്തിന്റെ മകളുടെ പേരിലും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുമാണ് ലോൺ എടുത്തിരിക്കുന്നത്. അതും സ്വയം തൊഴിൽ ലോണാണ് എടുത്തിരിക്കുന്നത്. 5% പലിശയ്ക്കാണ്. അങ്ങനെ ഏതെങ്കിലും സാധാരണ ബാങ്കിൽ 5% പലിശയ്ക്ക് ലോൺ കൊടുക്കുന്നുണ്ടോ? ഈ ബാങ്കിൽ എങ്ങനെയാണ് സെക്രട്ടറിക്ക് മാത്രം 5% പലിശയ്ക്ക് ലോൺ കിട്ടുന്നത്? അപ്പോൾ അതിൽ തന്നെ വലിയ അഴിമതി കിടക്കുകയാണ്. അപ്പോൾ 80 ലക്ഷം രൂപയുടെ ലോണ് ഒരു ഈടുമില്ലാതെ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു അന്വേഷണം നടക്കണം, ആഭ്യന്തര അന്വേഷണമെങ്കിലും നടക്കണം. അങ്ങനെ ഒരു അന്വേഷണം ഇവിടെ നടക്കുന്നില്ല. പൂർണ്ണമായും CPM നേതാക്കൾ അവരെ സംരക്ഷിക്കുന്ന നിലപാടുമായി മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ സാധാരണ നിക്ഷേപകർ തെരുവിലിറങ്ങേണ്ട ഒരു ഗതികേട് വന്നിരിക്കുകയാണ്. അവരുടെ പണം തിരികെ കിട്ടണം. അതുമാത്രമല്ല, അവർ അനുഭവിക്കുന്ന യാതനകൾ, അല്ലെങ്കിൽ ഇത്രയും വലിയ ക്രമക്കേട് നടത്തിയവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്കെതിരെ കേസെടുക്കണം. അവരെ വെറുതെ വിടാൻ പാടില്ല. ബാങ്ക് പണം നാളെ കൊടുത്തോട്ടെ, മറ്റന്നാൾ കൊടുത്തോട്ടെ, അല്ലെങ്കിൽ വായ്പകൾ തിരിച്ചു വാങ്ങിച്ച ആ പണം നിക്ഷേപകർ കൊടുത്തത് കുഴപ്പമില്ല, കാലതാമസം വന്നാലും കുഴപ്പമില്ല. പക്ഷേ ഈ ക്രമക്കേടും ഈ തട്ടിപ്പ് നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണ്ടേ? ഈ ബാങ്ക് 12 കോടി രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവായി എഴുതിയെടുത്തിരിക്കുന്നത്. 12 കോടി രൂപ ഈ ബാങ്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി വരും. നമ്മൾ കാണുന്നതല്ലേ, 2 കോടി രൂപയ്ക്ക് താഴെ മാത്രമാണ് ഇത്തരം ഒരു സാധനം ചെയ്യുന്നതിന് ആവശ്യമായി വരുന്നത്. ഇത്രയും വലിയ തുക CPM നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് പറയുമ്പോൾ ആരെയാണ് നിങ്ങൾ, ആർക്ക് പങ്കുണ്ടെന്നാണ് പറയുന്നത്? ഇതിന്റെ പ്രസിഡന്റ് 10 കൊല്ലമായി ഈ ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രദീപാണ്. പ്രദീപ് ബാങ്കിന്റെ പ്രസിഡന്റാണ്. പ്രദീപ് ഏരിയ കമ്മിറ്റി അംഗമാണ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. പ്രസിഡന്റ് അറിയാതെ ഒരു തിരിമറി നടക്കത്തില്ലല്ലോ, സെക്രട്ടറി അറിയാതെ ഒരു തിരിമറി നടക്കത്തില്ലല്ലോ. ഇനി ഇതിന് മുന്നേ ഉള്ള പ്രസിഡന്റ് എന്ന് പറയുന്നത് ഷാജി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അപ്പോൾ CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ബാങ്ക് പ്രസിഡന്റ് ആയിരിക്കുന്ന ബാങ്കിൽ CPM-ന് പങ്കിലായെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, സെക്രട്ടറി നടത്തിയ ആ വായ്പ, ആ തട്ടിപ്പ് എന്തുകൊണ്ട് മന്ത്രി കാണുന്നില്ല? മന്ത്രിയുടെ മൂക്കിന്റെ താഴെയുള്ള സ്വന്തം നിയോജക മണ്ഡലത്തിലെ ബാങ്കല്ലേ. മന്ത്രി എന്തുകൊണ്ട് ഈ രാജേന്ദ്രനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല? അദ്ദേഹത്തിനെ ഇതുവരെ ചവിട്ടി പുറത്താക്കിയില്ല. അദ്ദേഹം വിദേശത്ത് മുങ്ങാനിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഈ AR രാജേന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ 2 മക്കളും വിദേശത്താണ്. അദ്ദേഹം വിദേശത്ത് ഈ പാവങ്ങളുടെ നിക്ഷേപ തുകയും എടുത്ത് മുങ്ങാനെത്തുന്ന ആളുകളാണ്. അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ള ന്യായമായ ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുമാത്രമല്ല, 150ഓളം വ്യാജ FD രേഖകൾ കൊടുത്ത് FD സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാണ്. ഇവിടെ ലൈബിലിറ്റി ഉള്ള ഒരാൾക്ക് മറ്റു ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്നതിന് വേണ്ടി ഈ ബാങ്ക് സഹായിക്കുകയാണ്. ഇപ്പൊ FD സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു 8 കോടി രൂപ FD ഇട്ടിരിക്കുന്ന ഒരാൾക്ക് ഇവിടെ നിന്ന് 7 കോടി രൂപ വായ്പ കൊടുത്തിരിക്കുകയാണ്. ആ FD സർട്ടിഫിക്കറ്റ് വെച്ച് ഇവിടെ 7 കോടി രൂപ വായ്പ കൂടാതെ KSFE-യുടെ മറ്റു ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്നതിന് വേണ്ടി അനുമതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ലൈബിലിറ്റി ഉള്ള കാര്യം അവർ പുറത്ത് പറയുന്നില്ല. അത് ഗുരുതരമായിട്ടുള്ള അഴിമതിയാണ്. ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പണം കണ്ടെത്തി കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് നിയമം ഷജീർ ഉന്നയിക്കുന്നത്. അതായത് സെക്രട്ടറി തന്നെ 80 ലക്ഷത്തോളം രൂപ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പയായി എടുത്തു. അങ്ങനെ ഒരു ബാങ്കിലും നടക്കുന്ന സാഹചര്യമല്ല, സാധാരണമായിട്ടുള്ളൊരു നടപടിയല്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ സമരത്തിലേക്ക്, അല്ലെങ്കിൽ സമരവുമായി രംഗത്ത് ഇറങ്ങുവാൻ വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രി V ശിവൻകുട്ടിയുടെ മണ്ഡലമാണ്. മന്ത്രി ശിവൻകുട്ടിയുടെ മണ്ഡലത്തിൽ ആയിരുന്നിട്ട് പോലും ഒരു രീതിയിലുള്ള ഇടപെടലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇവിടെ എത്തിയ നിക്ഷേപകർ അത്തരമൊരു കാര്യം പരാമർശിച്ചിരുന്നു. നിരവധി പരാതി നൽകിയിട്ടും ഇതിലൊരു പരിഹാരം കാണുന്നില്ല. തങ്ങളുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള തുകയാണ്, ആശുപത്രി ചികിത്സാ ചെലവിനുള്ള തുകയാണ്. ഇത് അടിയന്തരമായി കിട്ടണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. എന്തായാലും ഒരു കരുവന്നൂർ അല്ലെങ്കിൽ കണ്ടല ബാങ്ക് മാതൃകയിലുള്ള ഒരു തട്ടിപ്പാണ് ഇവിടെ നടന്നത് എന്നുള്ളതാണ് നിക്ഷേപകരും ആരോപിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.